ഒരു രഥം സഞ്ചരിക്കാൻ 2 ചക്രങ്ങൾ ആവശ്യമുള്ളതുപോലെ ജീവിതം എന്നാൽ തന്നെ 2 തലങ്ങളുടെ സംയോജനമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ കലകളിലൊന്നാണ് ഈ 2 തലങ്ങളുടെയും സന്തുലനം. ഭൗതികവും ആത്മീയവുമായ തലങ്ങളുടെ സന്തുലനം, ബുദ്ധിയുടെയും ഹൃദയത്തിൻ്റെയും സന്തുലനം, സ്നേഹത്തിൻ്റെയും സാസനയുടെയും സന്തുലനം, അധികാരത്തിൻ്റെയും വിനയത്തിൻ്റെയും സന്തുലനം. സന്തുലനത്തിൻ്റെ നിഘണ്ടു അങ്ങനെ നീളുന്നു. ഏതൊരുവൻ ഒന്നിൽ മാത്രം ഉറയ്ക്കുകയും മറ്റൊന്നിനെ മറക്കുകയും ചെയ്യുന്നുവോ ആ വ്യക്തിയുടെ ജീവിതം അപൂർണവും സാരരഹിതവുമായി തുടരുന്നതാണ്. ഒരു രഥത്തിൻ്റെ ഒരു ചക്രം മാത്രം ചെറുതായിപ്പോയി എന്ന് ചിന്തിച്ചു നോക്കൂ. അത് മുന്നോട്ട് സഞ്ചരിക്കില്ല എന്ന് മാത്രമല്ല, ആ രഥം അവിടെ തന്നെ ഭ്രമണം ചെയ്തുകൊണ്ടേയിരിക്കും. ഇതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ സന്തുലനം ചെയ്യേണ്ട ഏതെങ്കിലും ഒന്നിൽ മാത്രം കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നമ്മുടെ രഥവും ഭ്രമണം ചെയ്തുകൊണ്ടേയിരിക്കും, പുരോഗമിക്കുകയില്ല. ഒരു പനിനീർത്തോട്ടം ആസ്വദിക്കുന്ന ബുദ്ധിമാൻ പൂന്തോട്ടത്തിന്റെ ഭംഗിയും സൗരഭ്യവും ആസ്വദിക്കുന്നതിനു പകരം അതിന്റെ സാങ്കേതിക തലം ആസ്വദിക്കുകയും അതിനെക്കുറിച്ചുള്ള അറിവുകൾ ശേഖരിക്കുന്നതിൽ മുഴുകുകയും ചെയ്യുന്നു. ആ മനോഹാരിത ആസ്വദിക്കുന്നതിൽ നിന്നും സ്വയം വഞ്ചിതനാകുന്നു. അതുപോലെ തന്നെ വൈകാരിക തലത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന വ്യക്തി ആ പനിനീർത്തോട്ടത്തിന്റെ ബാഹ്യഭംഗി ആസ്വദിക്കുന്നതിൽ മാത്രം മുഴുകുകയും അതിന്റെ അടിസ്ഥാന തലത്തെ അറിയുവാനോ മനസ്സിലാക്കുവാനോ കഴിയാതെ പരാജിതനാകുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ 2 കാര്യങ്ങളും തികച്ചും അപൂർണമായ സമീപനങ്ങളാണ്. അതുകൊണ്ട് ജീവിതയാത്രയെ സമ്പുഷ്ടമാക്കുന്നതിന് ഏതൊരു ചെറിയ കാര്യത്തിലും 2 തലങ്ങളുടെയും സന്തുലനം അനിവാര്യമാണ് എന്ന കാര്യം നാം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.